ഓണത്തിനായുള്ള വിഭവങ്ങളെല്ലാം ഒരുക്കാൻ അവസാനപ്പെട്ട തയ്യാറെടുപ്പിലാണ് എല്ലാവരും. തിരുവനന്തപുരത്ത് ചാല മാർക്കറ്റിലും നല്ല തിരക്കാണ്. MG പ്രതീക്ഷ വിവരങ്ങളുമായി ചേരുകയാണ്. MG പ്രതീക്ഷ, ഷഹദ് പറഞ്ഞത് അവിടെ മിഠായി തെരുവിലാണ് ആഘോഷം എന്നാണ്. തിരുവനന്തപുരക്കാരെ വിട്ടുകൊടുക്കോ? ചാല മാർക്കറ്റിലെ കാഴ്ചകൾ എന്തൊക്കെയാണ്? മാധു, തീർച്ചയായും നാളെ ഉത്രാടപ്പാച്ചിലാണ്. പക്ഷേ തിരുവനന്തപുരത്തുകാരെ സംബന്ധിച്ച് ഇന്ന് പൂരാടപ്പാച്ചിലാണ്. അതിന്റെ തിരക്കാണ് നമുക്ക് ഈ ചാല മാർക്കറ്റിൽ കാണാൻ കഴിയും. ഈ തിരുവനന്തപുരത്തുകാരെ സംബന്ധിച്ച് ഓണം എത്തുമ്പോൾ ആദ്യം ഓടിയെത്തുന്ന ഒരിടം കൂടിയാണ് ചാല മാർക്കറ്റ്. ഇന്ന് പൂരാടമായതേ ഉള്ളൂ, പക്ഷേ വലിയ തിരക്കാണ് ചാല മാർക്കറ്റിൽ രാവിലെ മുതൽ തന്നെ അനുഭവപ്പെടുന്നത്. ഈ അവസാനവട്ട സാധനങ്ങൾ വാങ്ങാനുള്ള ആളുകളുടെ ഒരു തിരക്കാണ്. ഈ ചാലയെ സംബന്ധിച്ച മാധുവിനും അറിയാം, കാരണം ഒരു വീട്ടിലേക്കുള്ള എല്ലാ കാര്യങ്ങളും വാങ്ങി മടങ്ങാൻ കഴിയുന്ന ഒരിടം കൂടിയാണ് ചാല മാർക്കറ്റ്. അതുകൊണ്ട് തന്നെ ഈ ആൾക്കാർ കുടുംബമായും ഒക്കെ തന്നെ കൂട്ടത്തോടെ ഇവിടെ എത്തി സാധനങ്ങൾ വാങ്ങി മടങ്ങുന്ന കാഴ്ചകളാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. ഈ കച്ചവടക്കാരെ സംബന്ധിച്ചും വളരെ പ്രതീക്ഷയുള്ള ഈ ദിനങ്ങളാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. രാവിലെയൊക്കെ തന്നെ കുറച്ച് മഴയൊക്കെ ഈ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും തന്നെ കച്ചവടത്തെ കാര്യമായി ബാധിച്ചിട്ടില്ല. ചേട്ടാ, കച്ചവടം എങ്ങനെയുണ്ട്? നല്ല രീതിയിൽ നടക്കുന്നുണ്ടെങ്കിലും ഇപ്പം കുറവാണ്. ഈ ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു, രാവിലെ നല്ല മഴയായിരുന്നു. ഇനി മേലെ തന്നെ ആൾക്കാർ കുറച്ചുകൂടി വരുന്നുണ്ടോ? ആളുകളെ കൂടുതലായി വരുന്നുണ്ട്. എന്നാലും കഴിഞ്ഞ പ്രാവശ്യത്തെയും കാട്ടി വലിയ ആയിട്ടൊന്നും ഇല്ല. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് കച്ചവടം ചെറുതായി കുറഞ്ഞു എന്നതാണ് പറയുന്നത്. എന്തായാലും ഈ ആളുകളുടെ എണ്ണത്തിൽ കുറവില്ല. ചേട്ടാ, സാധനങ്ങളൊക്കെ വാങ്ങിയോ? സാധനം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു. തിരക്കുണ്ടോ? തിരക്കില്ല, വലിയ തിരക്കൊന്നും ഇല്ലല്ലോ. എല്ലായിടത്തും ഇഷ്ടംപോലെ സാധനമുണ്ട്. ഇവിടെ വന്നാൽ തന്നെ എല്ലാം വാങ്ങി പോവാം. കഴിഞ്ഞ പ്രാവശ്യത്തെയും കാട്ടി വിലയും കുറവാണ്. സാധനം എല്ലായിടത്തും ഉണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ട്. മാവേലി സ്റ്റോറിലായാലും എല്ലായിടത്തും ഉണ്ട്. ഉത്രാടത്തിന് മുമ്പേ ഇറങ്ങിയതാണ് സാധനം. അതെ അതെ, മാധു, അതാണ് കാരണം. നാളെ ഇവിടുത്തെ തിരക്ക് നമ്മൾ ഈ കാണുന്ന തിരക്കൊന്നുമല്ല, ഇതിനേക്കാൾ തിരക്കായിരിക്കും ചാല മാർക്കറ്റെ സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെ ഈ പൂരാട ദിവസം തന്നെ സാധനങ്ങളൊക്കെ തന്നെ വാങ്ങി മടങ്ങാനാണ് ഇവിടെ എല്ലാവരും എത്തിയിരിക്കുന്നത്. അതിൻ്റെ കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ചേട്ടൻ തന്നെ പറഞ്ഞത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വിലയിലൊക്കെ തന്നെ ചെറിയ കുറവുണ്ട് എന്നതാണ്. എന്തായാലും അവസാനവട്ട ഈ സാധനങ്ങൾ വാങ്ങാനുള്ള ഒരു തിരക്കിലാണ് ആളുകളുള്ളത്. അല്പസമയത്തിനകം തന്നെ കൂടുതൽ ആളുകൾ ഇവിടെ എത്തുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ ഓണത്തിരക്കിൽ അമർന്നിരിക്കുകയാണ് ഇപ്പോൾ ചാല മാർക്കറ്റും. മാധു, SMG പ്രതീക്ഷയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകി. നമുക്ക് കാണാം, ചേച്ചിമാരൊക്കെ നിരന്ന് നിൽക്കുകയാണ്. പച്ചക്കറികളൊക്കെ വിലയൊക്കെ ചോദിച്ച് വാങ്ങുകയാണ്. കവറുമായിട്ട് പോകുന്ന ചേട്ടന്മാരെയും നമുക്ക് അവിടെ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. രസമാണ് മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ. ചിലപ്പോൾ ഓണാഘോഷമൊക്കെ കഴിഞ്ഞിട്ട്, ഓഫീസിലെ ഓണാഘോഷമൊക്കെ കഴിഞ്ഞിട്ട് ഇതുപോലെ ഞാൻ നിൽക്കുന്ന പോലെ ചിലപ്പോൾ സെറ്റും മുണ്ടൊക്കെ എടുത്തിട്ടായിരിക്കും മാർക്കറ്റിൽ പോകുന്നത്. അവിടെയാണെങ്കിൽ നല്ല മഴയാണ്, അങ്ങനെ ഡ്രസ്സിലൊക്കെ ചെളിയാകും. അല്ലെങ്കിലും ഓണത്തിന് ഉടുക്കുന്ന ഡ്രസ്സിനെ അടുത്ത ഓണം വരെ കഴുകിയാലേ വൃത്തിയാവുള്ളൂ എന്നതായിരിക്കും ഒരു സാഹചര്യം. അപ്പോൾ തിരുവനന്തപുരത്തെ ചാല മാർക്കറ്റിലാണ് നമ്മൾ ആ വിശേഷങ്ങളൊക്കെ കണ്ടത്. തിരിച്ചു വരാം വാർത്തകളും വിശേഷങ്ങളുമായി.